ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ. ഇന്നും ഒരിക്കൽ കൂടെ നമുക്ക് എല്ലാവർക്കും ദൈവവചനം പഠിക്കാൻ ദൈവം ഒരു അവസരം കൂടെ തന്നു. അതിന് നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് നന്ദി പറയാം. ദൈവത്തിൻ്റെ മഹത്വം എടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ 1 യോഹന്നാൻ ആ ലേഖനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ പല ക്ലാസ്സുകളും ആയല്ലോ. മെയിൻ സബ്ജക്റ്റായിട്ട് വെളിച്ചമുണ്ട്, സ്നേഹമുണ്ട്, ജീവനുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇരുട്ടുണ്ട്, ഹെയ്റ്റുണ്ട്, പക, പിന്നെ മരണമുണ്ട്, ഡെത്ത്. അപ്പം അതിൻ്റെയും ഓപ്പോസിറ്റായിട്ടും യോഹന്നാൻ എഴുതുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സ്, ദൈവത്തിൻ്റെ ആ പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ആ ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് ഇത് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് 1 യോഹന്നാൻ 2:4 വാക്യമാണ്. ഈ പ്രാവശ്യം 4, 5, 6 ഒന്ന് വായിച്ചാൽ നല്ലതായിരുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ ആകുന്നു, സത്യം അവനിലില്ല. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്ക് അറിയാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ അൺട്രൂത്ത് അല്ലെങ്കിൽ ഫോഷ്കൻ്റെ കാര്യങ്ങൾ കുറേ നമ്മൾ നോക്കിയായിരുന്നല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ കമാൻഡ്മെൻ്റ് അല്ലെങ്കിൽ കൽപ്പന പ്രമാണിക്കുക, അത് ഏറ്റവും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈവൻ നമ്മളെ തന്നെ നോക്കിയാൽ, നമ്മൾ ഒരു സപ്പോസ് ഫാദേഴ്സ് ആണെങ്കിൽ വീടിൻ്റെ, നമുക്ക് നമ്മളുടെ മക്കൾ നമ്മളെ ഒബേ ചെയ്യുവാൻ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അനുസരിക്കുവാൻ. മക്കൾ നമ്മളെ അനുസരിക്കുമ്പോൾ നമ്മളുടെ സ്വാഭാവികമായിട്ട് സ്നേഹം കൂടും. അപ്പോൾ ദൈവം അതാ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്നേഹം, അനുസരണം ഉണ്ടെങ്കിൽ അവിടെ സ്നേഹം ബിൽഡാവും. ഓക്കെ, ഈ യോഹന്നാൻ ലേഖനത്തിൽ നമുക്ക് ആ ഒരു പ്രിൻസിപ്പിൾ കാണാം. ഒരു 7 പ്രിൻസിപ്പിൾസ് നമുക്ക് കാണാം. ഞാൻ 7 എടുത്തോളപ്പം ചിലപ്പോൾ അതിൽ കൂടുതൽ കാണാം. അത് നമ്മളെല്ലാം കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം. അതിൽ ഈ വേർഡ്സ് നമ്മൾ 4ഉം 5ഉം നമ്മൾ നോക്കിയാൽ, കീപ്പത്ത് ഹിസ് വേർഡ്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നു. അതിനെന്താ പറയുന്നത്? ഒബീഡിയൻസ് എന്ന് പറയാം, അല്ലേ? ഒബീഡിയൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ അനുസരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വേർഡ്സ് അല്ലെങ്കിൽ ഈ ത്രൂ ഔട്ട് ദി ഹോൾ ഓഫ് ഗോസ്പൽ ലെറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലവ്, സ്നേഹം, അടുത്തൊരു പ്രിൻസിപ്പിളാണ്. ദെൻ അത് ഈ വേർഡ്സിൽ നമ്മൾ 5ാമത്തെ വാക്യത്തിൽ നോക്കിയാൽ, ഹൂസോവർ കീപ്പത്ത് ഹിസ് വേർഡ്, ആരെങ്കിലും അല്ലെങ്കിൽ ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുകയാണെങ്കിൽ, ഇൻ ഹിം വെർലി ഈസ് ദ ലവ് ഓഫ് ഗോഡ് പെർഫെക്റ്റഡ്. ആ ദൈവത്തിൻ്റെ സ്നേഹം അത് പരിപൂർണമായി തീരും. അത് ഏത് വ്യക്തിയിലാണ്? അനുസരിക്കുന്ന വ്യക്തിയിൽ. ഇനി കുറച്ച് നമുക്ക് മാറി ഒന്ന് നോക്കാം. ഇതിൽ 3ാമത്തെ കാര്യം, ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ, ഈ 2ാമത്തെ സ്നേഹം എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഈ ലെറ്ററിൽ പാരലലായിട്ട് പഠിപ്പിക്കുന്ന കാര്യം, അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. സ്നേഹം വേണം, സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണം, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഇനിയും ഉള്ള ക്ലാസ്സസ്
ദൈവം അനുവദിച്ചാൽ നമുക്ക് നോക്കാം. ഇനി പിന്നെ ഉള്ളത് മൂന്നാമത്തെ ഒരു പ്രിൻസിപ്പിൾ, ഡു നോട്ട് സിൻ, പാപം ചെയ്യല്ല. 1 യോഹന്നാൻ 3:6 ഒന്ന് വായിച്ചാൽ നല്ല. 3:6. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. താങ്ക് യു ബ്രദർ. അപ്പോൾ അവനിൽ വസിക്കുന്നവൻ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ക്ലെയിം ചെയ്യുന്നത് നമ്മൾ ബോൺ അഗെയിൻ ക്രിസ്ത്യൻസാണ്. വെരി ഗുഡ്, നമ്മളെല്ലാവരും ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് തന്നെയാണ്. നമുക്ക് സാൽവേഷൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല, ഒരിക്കലും വിട്ട് മാറത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ദൈവത്തിൻ്റെ അടുത്ത് കൂടുതൽ നമ്മൾ അടുത്തടുത്ത് നമ്മൾ ജീവിക്കുക. അബൈഡ് ഇൻ ഹിം. എന്തിനാ? നമ്മൾ പാപം ചെയ്യാതെ ഇരിക്കാൻ. അപ്പോൾ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഡു നോട്ട് സിൻ, പാപം ചെയ്യല്ല, പാപം ചെയ്യാതെ ഇരിക്കുവാൻ, മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. ഇത് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഫ്യൂച്ചറിലുള്ള ക്ലാസ്സസിൽ നമുക്ക് നോക്കാം. പിന്നെ 4ാമത്തെ കാര്യം, ദ പ്രസൻസ് ഓഫ് ദിസ് ഹോളി സ്പിരിറ്റ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുന്ന, നമുക്ക് ആ ഒരു വിവേകം അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മളുടെ ഹൃദയത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം. 1 യോഹന്നാൻ 3:24 വാക്യം ഒന്ന് വായിച്ചാൽ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. He that keepeth his commandment dwelleth in him, and he is in him. And hereby we know that he abideth in us by the Spirit which he has given. അപ്പോൾ ദൈവ ആത്മാവ് നമ്മളെ ആ ഒരു പ്രസൻസ് നമ്മളിൽ ഫീൽ ചെയ്യിപ്പിക്കും. ഇത് ഒരു പ്രിൻസിപ്പിളാണ്, ഒരു നല്ലൊരു പ്രിൻസിപ്പിളാണ്. ദൈവ ആത്മാവിൻ്റെ പ്രസൻസ് നമ്മളിൽ ഫീൽ ചെയ്യിപ്പിക്കുന്നത്. അത് മാത്രമല്ല, 1 യോഹന്നാൻ 2 വാക്യത്തിൽ വായിച്ചാൽ നമ്മൾ അവിടെ വായിക്കുന്നത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് അവർ ടീച്ചർ, അല്ലേ? നമ്മളെ ഹൃദയത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന ഒരു നമ്മളുടെ ദൈവം ഹൃദയത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുക. ബിക്കോസ് ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസാണ്. എന്തിനാ? നമ്മളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ. ഇനി എന്താ ഈ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്? അതിൽ 5ാമത്തെ പ്രിൻസിപ്പിളാണ്, സ്ട്രോങ് പോയിന്റ്, ക്രൈസ്റ്റിൻ്റെ ടീച്ചിങ് അല്ലെങ്കിൽ ക്രൈസ്റ്റിൻ്റെ ഡോക്ടറേറ്റ് നമുക്ക് പറയാം. നമുക്ക് 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കാണുന്ന ഹി ദാറ്റ് സെഡ് ഹി അബൈഡത്ത് ഇൻ ഹിം ഓട്ട് ഹിംസെൽഫ് ആൾസോ ടു വാക്ക് ഈവൻ ആസ് ഹി വാക്ക്ഡ്. അപ്പൊ നമ്മൾ ക്രിസ്തുവില. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രിസ്തു എങ്ങനെ ജീവിച്ചു? വാക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നടക്കുന്ന ഒരു അർത്ഥത്തിൽ വരത്തില്ല. കർത്താവ് എങ്ങനെ ജീവിച്ചു അതുപോലെ തന്നെ നമ്മളും ജീവിക്കുക. ആ ഒരു അനുസരണം നമ്മളുടെ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്യുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ്. ആ അഡാപ്റ്റേഷന് ഇത് പ്രൊപ്പോർഷണൽ. എങ്ങനെ പ്രൊപ്പോർഷണൽ ആവുന്നത്? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി പ്രസൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിലാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ, നമ്മളുടെ കർത്താവിൻ്റെ പ്രിൻസിപ്പിളിൽ നടക്കാൻ പറ്റുന്നത്. അല്ലാതെ നമ്മളുടെ ബലത്തിലല്ല, നമ്മളുടെ ആശ്രയത്തിലല്ല, പക്ഷെ ത്രൂ ദി ഹോളി സ്പിരിറ്റ്. നൗ അടുത്തത് അബൈഡിങ് ഇൻ ഹിം. ഇത് അനദർ ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ ആ സെയിം വേർഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6-ാമത്തെ വാക്യം ഇപ്പം തൊട്ട് മുമ്പേ വായിച്ചത് 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച ഹീ ദാറ്റ് സെഡ് ഹി അബൈഡത്ത് ഇൻ ഹിം. അപ്പൊ ആ അബൈഡിങ് ത്രൂ ഔട്ട് ദ ഹോൾ ഓഫ് ജോൺ ഈ ലേഖനത്തിൽ അബൈഡിങ്ങിനെ പറ്റി പറയും. അവനിൽ കൂടെ വസിക്കുക, അവൻ്റെ ഒപ്പം വസിക്കുക. ആ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക്
കൂട്ടി കൂട്ടി കൊണ്ടുവരിക. അതാ ദൈവത്തിൻ്റെ അടുത്ത ആ 6th പ്രിൻസിപ്പിൾ. ഇനി യോഹന്നാൻ പറയുന്നത് 7ാമത്തെ ഫെലോഷിപ്പ് വിത്ത് ദ ഫാദർ. അത് 1 യോഹന്നാൻ 1-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ്. അത് നമ്മളത് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ആ ഫെലോഷിപ്പ്, ആ ബോണ്ടേജ് കൂട്ടാൻ വേണ്ടി ഉള്ള ഒരു കാര്യമാണ്. അതിന് നമുക്ക് 3-ാം അധ്യായത്തിൽ ചാപ്റ്റർ 3 വേർഡ്സ് 1 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ബോണ്ടേജ്, പിതാവും നമ്മളുമായിട്ടുള്ളൊരു സ്ട്രോങ് ബോണ്ടേജിൻ്റെ ഒരു വേർഡ്സ് അവിടെ തന്നെ ഉണ്ട്. അതൊന്ന് വായിച്ചാൽ നല്ലതായിരുന്നു. കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നന്മയും അറിയുന്നില്ല. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ, ബിഹോൾഡ് വാട്ട് മാനർ ഓഫ് ലവ്, എന്തുമാത്രം സ്നേഹം, ദാറ്റ് the Father has bestowed upon us, that we should be called sons of God. ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ, പുത്രന്മാരെ ആക്കി തീർക്കുവാൻ. അതിന് എന്തുമാത്രം സ്നേഹം പിതാവ് നമുക്ക് തന്നു. ആ ഒരു ബോണ്ടേജ് അല്ലെങ്കിൽ ആ ഒരു ഫെലോഷിപ്പ്, പിതാവായിട്ടുള്ളൊരു ഫെലോഷിപ്പ്. അപ്പോൾ നമ്മൾ 7 കാര്യങ്ങൾ ഇവിടെ തന്നെ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് 7 പ്രിൻസിപ്പിൾസ്, ആ പ്രിൻസിപ്പിൾസ് ത്രൂ ഔട്ട് ഓഫ് ദിസ് ലെറ്റർ, ഈ ലെറ്ററിൽ ത്രൂ ഔട്ട് നമ്മൾ കവർ ചെയ്യുന്നതാണ്. അത് ഒബീഡിയൻസ് ഉണ്ട്, അതായത് കീപ് മൈ കമാൻഡ്മെന്റ്, എൻ്റെ കൽപ്പന അനുസരിക്കുന്നവർ. പിന്നെ സ്നേഹം അല്ലേ, 2ാമത്തേതാ സ്നേഹം. 3-ാമത്തെ എന്തുവാ? ഈ സ്നേഹം, നമ്മളാരും പാപം ചെയ്യല്ല. 3-ാമത്തെ എന്താ? നമ്മളാരും പാപം ചെയ്യല്ല. വി ഷുഡ് നോട്ട് സിൻ. ദെൻ 4-ാമത്തെ എന്തുവാ? പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ അസ്. എന്തിനാ? നമ്മളെ പഠിപ്പിക്കാൻ. പിന്നെ 5-ാമത്തെ എന്തുവാ? ക്രൈസ്റ്റ്. എന്താ പഠിപ്പിക്കുന്നത്? ക്രൈസ്റ്റിൻ്റെ ഡോക്ട്രിൻ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പിൾസ്. ക്രിസ്തു എങ്ങനെ നടന്നു അതുപോലെ നടക്കാൻ. പിന്നെ 6-ാമത്തെ എന്തുവാ? അവനിൽ കൂടെ വസിക്കാൻ, ഒപ്പം വസിക്കാൻ, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് നിന്ന് അവന് എന്താ പറയാനുള്ളത് അതെല്ലാം കേൾക്കുവാൻ. പിന്നെ 7-ാമത്തേത് ഫെലോഷിപ്പ് വിത്ത് ദി ഫാദർ, പിതാവായിട്ടുള്ള ബന്ധം കൂട്ടുക. അപ്പം ഈ ഒരു 7 കാര്യം ഞാൻ നോക്കി കിട്ടിയതാ. ഈവൻ മോർ നിങ്ങളെല്ലാവരും മെഡിറ്റേറ്റ് ചെയ്താൽ ഷുവർലി ഇതിൽ കൂടുതൽ 7 ചിലപ്പം കൂടുതൽ പ്രിൻസിപ്പിൾസ്, ബേസിക് പ്രിൻസിപ്പിൾസ് കിട്ടും. അതിൽ ഇലാബറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. നൗ ഇതാ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട ആ ഒബീഡിയൻസ്, കീപ്പിംഗ് ദ കമാൻഡ്മെന്റ് ഓഫ് ലോഡ്. ഇതെന്താ ഈ കീപ്പിംഗ് ദ കമാൻഡ്മെന്റ് ഓഫ് ലോഡ്? എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പറയുന്നത്? മീൻസ് അതെന്താ ദൈവം ഉദ്ദേശിക്കുന്നത്? യു ഷുഡ് കീപ്പ് മൈ കമാൻഡ്മെന്റ്. ദൈവം എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. ഫോർ എക്സാമ്പിൾ, ആദ്യം മുതൽ ഫ്രോം ദ വെരി ബിഗിനിങ്, എവിടെ? ഗാർഡൻ ഓഫ് ഈഡൻ വരെ, ഏതൻ തോട്ടത്തിൽ മൂലം പറയുന്ന ഒരു കാര്യമാണ് അല്ലേ? ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ ഒബീഡിയൻസ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റ് പറയുന്നത് മോശയുടെ കാലഘട്ടത്തിൽ ആണ്, കീപ് മൈ കമാൻഡ്മെന്റ് അല്ലേ? ആ കമാൻഡ്മെന്റ്. അപ്പൊ ദൈവത്തിന്റെ കൽപ്പന എന്തുവാ? ആ കൽപ്പന ഈസ് ബേസ്ഡ് ഓൺ എന്താ? സത്യങ്ങളുടെ. ഡു നോട്ട് മർഡർ അല്ലേ? കൊലപാതകം ചെയ്യല്ല, ഡു നോട്ട് സ്റ്റീൽ, മോട്ടിക്കില്ല, അങ്ങനെ പല കാര്യങ്ങൾ. വേറൊരു അന്യ ദൈവം ഉണ്ടാവല്ല ഞാനല്ലാതെ, അങ്ങനെ പല കമാൻഡ്മെന്റ് ദൈവമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ദൈവം ഇത് പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഒരു വലിയ പ്രിൻസിപ്പിളുണ്ട്. അതായത് യു ഷുഡ് ബി സ്പിരിച്വൽ. നിങ്ങൾ ആത്മീയ മനുഷ്യന്മാർ ആയി തീരാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിയായി തീരണം. അതാ മോശയുടെ ആ സമയത്ത് ആ കൽപ്പന കൊടുക്കുന്നത് അത് തന്നെയാണ്. അത് നിമിത്തം ദാറ്റ് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ. നമ്മൾ ആത്മീയമായി മാറണം. അതുകൊണ്ടാണ് ദൈവം ഇവിടെ യോഹന്നാനും പറയുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന എന്താ ഫുൾ ടൈം നിങ്ങൾ
പാലിക്കണം. ഇനി ഈ കൽപ്പന എന്തുമാത്രം സ്ട്രോങ്ങാ? ഈ കൽപ്പനയാ എന്താ ചെയ്യുന്നത്? ഈ കൽപ്പനയാ നമ്മളുടെ സ്നേഹം എന്താ? സ്നേഹത്തിൻ്റെ നമ്മൾ ഡീപ്പായിട്ട് പോകുന്നുണ്ട്, പക്ഷേ ജസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ പറയുക. ഈ 7 പ്രിൻസിപ്പിൾസ് ആദ്യം പറഞ്ഞുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്യുക. അതിൽ സ്നേഹം, അപ്പോൾ നമുക്ക് 1 യോഹന്നാൻ 2-ാം അധ്യായം നമുക്ക് അതിൽ 5-ാമത്തെ വാക്യത്തിൽ വരാം. ബട്ട് ഹൂസോവർ കീപ്പത്ത് ഹിസ് വേർഡ്, ഇൻ ഹിം വെർലി ഈസ് ദ ലവ് ഓഫ് ഗോഡ് പെർഫെക്റ്റഡ്. അപ്പോൾ എന്താ? പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഈക്വൽ. ഒബീഡിയൻസ് ഈസ് ഈക്വൽ ടു ലവ്. മാത്സിലൊരു ഫോർമുല നമ്മൾ ഈക്വലൻസി കൊടുക്കുമ്പോൾ ഒബീഡിയൻസ്, അതായത് അനുസരണ, ഈസ് ഈക്വൽ ടു ലവ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിക്കും, അല്ലേ? അത് നാച്ചുറലാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രിൻസിപ്പിളോ ഏത് വ്യക്തിയായാലോ, ബിലീവേഴ്സ് ഓർ നോൺ ബിലീവേഴ്സ്, നമുക്കറിയാം, നമുക്ക് ബോസെല്ലാം ഉണ്ട്, ഓഫീസിലെല്ലാം ബോസുണ്ട്. ബോസിന് ചില സമയം നമ്മളുടെ അടുത്ത് ഇഷ്ടമാണ്, ചിലവരെ നന്നായിട്ട് ഇഷ്ടമാണ്. എന്താ? അവർ പറയുന്ന പോലെ അനുസരിക്കുന്ന വ്യക്തികളാണ്. ദി ഒബേ ദം. അപ്പം ഇങ്ങനെ വരുമ്പോൾ അവരുടെ ഇഷ്ടം കൂടും, അല്ലേ? സ്നേഹം കൂടും, സ്നേഹം വർദ്ധിക്കും. അതുകൊണ്ട് ആ ഒരു പ്രിൻസിപ്പിളിലാണ് ഈ ദൈവം തന്നെ നോക്കുന്നത്. ഇഫ് യു ലവ് മീ, യു ഹാവ് ടു ഡു ഇറ്റ് ഇൻ ആക്ഷൻ. ആ ആക്ഷൻ എന്തുവാ? കീപ് മൈ വേർഡ്, അല്ലെങ്കിൽ ഒബീഡിയൻസ്. അപ്പം ഇത് നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ദെൻ ലവ് എവിടെ പെർഫെക്റ്റഡ് ആവുന്നത്? ദൈവത്തിൽ ആ പെർഫെക്റ്റഡ് ആവുന്നത്. അല്ലാതെ സ്നേഹത്തിലല്ലാതെ ആ അനുസരണ ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ഒരു എക്സാമ്പിൾ, നമ്മൾ ഒരിക്കലും അനുസരിക്കുന്നില്ല. നമ്മൾ പാപം ചെയ്ത് അങ്ങ് റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ പെർഫെക്റ്റ് ആയി തീരുമോ? ഇല്ല, ഒരിക്കലും പെർഫെക്റ്റ് ആയി തീരത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹം പെർഫെക്റ്റ് ആവാൻ, നമ്മളിൽ പെർഫെക്റ്റ് ആവാനാ ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അനുസരണം, അതായത് ഒബീഡിയൻസ് നമുക്ക് ഉണ്ടാവണം. നെക്സ്റ്റ്, നമുക്ക് ആ ഒബീഡിയൻസും ആ സ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു വേർഡ്, നമുക്കറിയാം വചനമാ ആ പ്രിൻസിപ്പിൾസ് എല്ലാം എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം കർത്താവാണ് നമ്മളുടെ വചനം. അപ്പം ഈ വചനം നമുക്ക് പുതിയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ? അല്ല, പഴയ നിയമത്തിൽ ആ വചനത്തിൻ്റെ വേർഡിൻ്റെ ഇമ്പോർട്ടൻസ് ഒത്തിരി ഉണ്ട്. നമുക്ക് ഏറ്റവും സിമ്പിളസ്റ്റ് പോർഷനായ 119 സങ്കീർത്തനത്തിലോട്ട് നമുക്ക് വരാം. സാംസ് ചാപ്റ്റർ 119. ഓക്കെ, നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ റിലീജിയനെ ഫോളോ ചെയ്യുകയല്ല. ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ റിലീജിയനെ ഫോളോ ചെയ്യുകയല്ല. ഈ മതത്തിനെ ഫോളോ ചെയ്യുകയല്ല. ഒരു സെറ്റ് ഓഫ് ഒരു പ്രിൻസിപ്പിൾസ് മനുഷ്യനും എടുത്തു വച്ചിട്ട് ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ ചെയ്യാവൂ, എന്നാലേ ദൈവത്തിന് മഹത്വം അല്ല. ദൈവത്തിന് മഹത്വം വേണമെങ്കിൽ നമ്മൾ ഈ ഡയറക്റ്റായിട്ട് നമ്മളുടെ കണ്ണ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ ചെവി കൊണ്ട്, നമ്മൾ ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം, നമ്മൾ നോക്കണം, നമ്മൾ വായിച്ചിട്ട് ഈ ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താ അത് തന്നെ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. ഒരു ചർച്ചിൻ്റെ പ്രിൻസിപ്പിൾ അല്ല നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ദൈവത്തിന് അത് വേണ്ട. ക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പിൾസാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടത്. അതാ ദൈവം ഓൾ ടുഗെദർ ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആ പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ പഠിപ്പീര്, ഡോക്ടറിൻ, ഉപദേശം എല്ലാം ക്രിസ്തുവിൻ്റെ ആയിരിക്കണം. അപ്പൊ ക്രിസ്തു ആരാ? വചനമാ, അല്ലേ? വചനം തന്നെ ആവുന്നു. ഇനി അതിൽ നമ്മൾ
ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 9ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഇതെന്താ? അത് ക്ലെൻസ് ചെയ്യുക. അപ്പൊ 3ാമത്തെ പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്യുക അല്ലേ? ഡു നോട്ട് സിൻ, പാപം ചെയ്യല്ല. അതിനെന്താ വേണ്ടിയത്? വചനം വേണം, വചനം വേണം, വചനം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ജീവിതത്തിൽ കിട്ടുന്നത് സ്പെൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് ബുക്ക്. ഈ ബുക്കിൽ എന്താ, ആരെയാ നമ്മൾ കാണുന്നത്? ജസ്റ്റ് വേർഡ്സ് ആണോ? അല്ല. ഇവിടെ വേർഡ് ഈസ് ഈക്വൽ ടു ക്രൈസ്റ്റ് അല്ലേ? ക്രിസ്തുവാന്നുള്ള വേർഡ്. യെസ്, ക്രിസ്തുവ വേർഡ്. അപ്പോൾ ഇഫ് ഗോഡ് ഈസ് ദ വേർഡ്, ഇഫ് ക്രൈസ്റ്റ് ഈസ് ദ വേർഡ്, നമ്മൾ ഈ വചനത്തിൽ വായിച്ച്, ജസ്റ്റ് വായിച്ചു പോലെ ധ്യാനിച്ച്, കർത്താവ് എവിടെയാണെന്ന് നമ്മൾ നോക്കണം. ദൈവത്തിൻ്റെ എന്താ ആവശ്യം എന്ന് നമ്മൾ ഈ വചനം എല്ലാ സമയം, നമ്മൾ പറയുന്നത് രാവിലെയും വൈകിട്ടൊന്നുമല്ല, എല്ലാ സമയം ഇൻഡിവിജ്വലായിട്ട് ചെയ്യണം. നൗ നെക്സ്റ്റ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ബൈബിൾ ക്ലാസ്സിലും നമുക്ക് കോമൻട്രീസിലും പിന്നെ ബാക്കിയുള്ള ബുക്സിൽ നിന്നും എല്ലാം കിട്ടുന്നത് വേറൊരാളുടെ നോളജാ, വേറൊരാൾക്ക് ദൈവം പറഞ്ഞു കൊടുത്ത നോളജാ അവർ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന് വേണ്ടിയത് അതെല്ലാം നല്ലതാണ്. ഞാൻ ഒരിക്കലും ചീത്തയാണോ വഴക്കാണോ ഒന്നും പറയത്തില്ല. പക്ഷെ ഹാർഡ്ലി ഒരു സ്പിരിച്വൽ ബീയിങ് ആയി തീരാൻ വേണ്ടി ഒരു 20% കിട്ടത്തേ ഉള്ളു. യഥാർത്ഥത്തിൽ നമുക്ക് 99.9% സ്പിരിച്വൽ ലെസൺസ് വേണമെങ്കിൽ നമ്മൾ ദൈവവചനത്തിൽ തന്നെ പോണം. ദൈവം എന്തുകൊണ്ടാ ദൈവവചനത്തിൽ? അവിടെ ക്രിസ്തു ഉണ്ട്. അവിടെ ക്രിസ്തു, ഹൂ ഇസ് ക്രൈസ്റ്റ്, ഹി ഈസ് ദ വേർഡ്. അപ്പൊ ഈ വേർഡ് എങ്ങനെ ആരെ മനസ്സിലാക്കി തരുന്നത്? നമുക്ക് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് അല്ലേ? Am I right or wrong? Am I right or wrong? Right. അപ്പൊ പരിശുദ്ധാത്മാവ്, ഹി ഈസ് അവർ ടീച്ചർ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ദൈവത്തിന്റെ വചനത്തിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, നമ്മളെ ദൈവം നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നു, ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കുന്നു. മോശെ മുഖാമുഖം സംസാരിച്ച പോലെ ഓരോ വ്യക്തി, ഓരോ വിശ്വാസികള് മുഖാമുഖം കൊണ്ട്, ഫേസ് ടു ഫേസ് യു സ്പീക്ക് വിത്ത് ദ ലോർഡ്. എന്ത് അനുഗ്രഹമുണ്ട്! എത്ര കഷ്ടത ഉണ്ടല്ലോ, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എത്ര വിഷമം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ മുമ്പേ ആ ക്രിയേറ്ററിൻ്റെ മുമ്പേ ഫേസ് ടു ഫേസ് മുഖാമുഖം സംസാരിക്കുമ്പോൾ ഇതെല്ലാം അലിഞ്ഞു പോകും. ബിക്കോസ് ഈ ലോകവും എൻ്റെ മോഹം ഒന്നും ഇല്ല അല്ലേ? ഈ ലോകം ഒന്നുമില്ല. അത് തന്നെ ദൈവം പറഞ്ഞു തരും. ബിക്കോസ് നമുക്ക് പിന്നെ ബിൽഡ് ചെയ്യുന്നത് എന്താ? വിശ്വാസം. എന്തോ വിശ്വാസം? ആ ഹോപ്പ്, പ്രത്യാശ. ഈ കർത്താവിനെ, ഈ കാണുന്ന, ഈ വചനത്തിൽ വായിക്കുന്ന ഈ ദൈവത്തിനെ, കർത്താവിനെ, പരിശുദ്ധാത്മാവിനെ, ഈ ദൈവത്തിനെ നമ്മൾ കാണാൻ പോവുക. ഇത്രയും വലിയ പ്രത്യാശയാ ദൈവം തരുന്നത്. ഇനി നെക്സ്റ്റ് അവിടെ പറയുന്നത് ആ ഒരു 3ാമത്തെ പ്രിൻസിപ്പിൾ യോഹന്നാനിൽ പറയുന്നത് 119 സങ്കീർത്തനത്തിൽ 9ാമത്തെ വാക്യം, ബാലൻ അവന്റെ വഴി. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. എന്റെ വചനത്താലാ അവന്റെ വഴി നിർമ്മലൻ ആക്കി തീർക്കുന്നത്. ദാറ്റ് ഈസ് ഹൗ ഹി ക്ലെൻസസ് ഇറ്റ്. അതാ നമുക്കെല്ലാം ഇവിടെ ബാലൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ എല്ലാവരും എത്ര വയസ്സായ ആൾക്കാരായാലും ദൈവത്തിന്റെ വചനം എടുത്ത് ദൈവമായിട്ട് അടുത്തുള്ള ബന്ധത്തിൽ നിന്നാലേ എന്താ നമുക്ക് ആ ക്ലെൻസിങ് പവർ കിട്ടത്തുള്ളൂ. അതാ യോഹന്നാനിൽ ഞാൻ നേരത്തെ പറഞ്ഞ 3ാമത്തെ ആ പ്രിൻസിപ്പിൾ, ഡു നോട്ട് സിൻ അല്ലേ? Now, next. Verse 11. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു.
Thy word have I hid in my heart, that I might not sin against thee. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ഹൃദയത്തിൽ അത് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കണം. എന്തുകൊണ്ടാ ആ തേർഡ് പ്രിൻസിപ്പിൾ എന്താ? ദാറ്റ് ഐ മൈറ്റ് നോട്ട് സിൻ. ഞാൻ പാപം ചെയ്യല്ല, ഞാൻ പാപം ചെയ്യാൻ പാടില്ല, അല്ലേ? ആ തേർഡ് പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആവണമെങ്കിൽ, ആ ചെറിയ പാപവും വലിയ പാപവും അത് മെഷർമെൻറ്റിലൊന്നുമില്ല, പാപം ചെയ്യാതിരിക്കാൻ നമ്മളെന്താ ആ തേർഡ് പ്രിൻസിപ്പിളിൽ എന്താ ഈ വചനം നമ്മളെ ഹൃദയത്തിൻ്റെ അകത്ത് ഫുൾ ടൈം ഉണ്ടാവണം. നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വചനം ഉണ്ടാവണം. എല്ലാ ഭാഷയും നമ്മൾ ഈ വചനം ധ്യാനിക്കണം. ഇത് മറന്നുപോയില്ല. ഓരോ വാക്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നത് എന്താ? നമ്മൾ മറന്നു പോകുന്നത് നമ്മളത് ദൈവത്തിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് വാക്യങ്ങളെല്ലാം മറന്നുപോയി. ഞാൻ പറയുന്നത് കാണാപ്പാഠം പഠിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദൈവവചനത്തിൽ എന്താ പറഞ്ഞത്, ആ വചനം എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആവും. മനസ്സിലായോ? കാണാപ്പാഠം പഠിക്കുന്ന അല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന് വചനം എത്രത്തോളം നമുക്ക് ആപ്ലിക്കബിൾ ആവും. ഫോർ എക്സാമ്പിൾ, കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളൂ കൈക്കൂലി കൊടുക്കില്ലെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ കൈക്കൂലി കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന്. അപ്പൊ നമുക്ക് ഈ മെമ്മറി ഹൃദയത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് നമ്മളുടെ അടുത്ത് പറയും, നീ കൈക്കൂലി കൊടുക്കില്ല, ഇത് ദൈവവചനം എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ കൈക്കൂലി കൊടുക്കാതെ ഇരിക്കും, അല്ലേ? നമുക്ക് അല്ലെങ്കിൽ ആ പ്രിക്കിംഗ് ഫീലിംഗ് ഉണ്ട്, നമ്മളെ ഉള്ളിൽ ഒരു കുത്തൽ വരും. അപ്പം ഇതിനു വേണ്ടിയാ നമ്മൾ ഈ ദൈവവചനം നമ്മളുടെ ഹൃദയത്തിൽ, അതായത് ബേസിക് പ്രിൻസിപ്പിൾ. നമുക്ക് ആർക്കും ഇത് ഫുൾ കാണാപ്പാഠം പഠിച്ച് നമുക്ക് ജീവിക്കാനും ഒക്കത്തില്ല. പക്ഷേ നമ്മൾ ധ്യാനിച്ച് ഓരോ വേർഡ്സ് ധ്യാനിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ ദൈവത്തിന് എന്താ ഹൃദയത്തിൽ ആഗ്രഹം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവം തന്നെ അത് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തരും, അല്ലേ? നെക്സ്റ്റ് 101 101. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. അതായത് ഇനി അടുത്ത എൻ്റെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹം, ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ആഗ്രഹമാണ്. നിന്റെ വചനം പാലിക്കുന്നതിന് വേണ്ടി ഞാൻ അങ്ങേ അനുസരിക്കുന്നതിന് വേണ്ടി ഞാൻ I have to take a step that I will stand away from evil. ആ പാലിക്കണം. അതാ ദാവീദ് പഴയ നിയമത്തിലെ വചനത്തിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മനസ്സിലായോ? ദാവീദ് പഴയ നിയമത്തിലെ വചനത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ബിക്കോസ് ദാവീദിന് അറിയാം ദൈവം എവിടെ വസിക്കുന്നത്, ദൈവം വസിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് എങ്ങനെ കാണുന്നത്, കേൾക്കുന്നത് എങ്ങനെ, ദൈവത്തിന്റെ വചനത്തിൽ കൂടെ. ദാവീദിന് മനസ്സിലായി. അപ്പൊ ആ പാപം ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ തന്നെ എന്നെ തന്നെ ട്രെയിൻ ചെയ്ത് മാറ്റുന്നു. ദൈവവചനത്തിന്റെ ആ പ്രിൻസിപ്പിൾസിൽ ഞാൻ മാറുന്നു. ദൈവത്തിന് ഇഷ്ടം പോലെ നമ്മൾ മാറുന്നു, അല്ലേ? ഇതിൽ സാംസ് 119 നിങ്ങൾ നോക്കിയാൽ മതി, 38 ടൈംസ് വചനം എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. 38 പ്രാവശ്യം ഈ 119 സങ്കീർത്തനത്തിൽ വേർഡ് വചനം ഇംഗ്ലീഷിൽ ലേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ദാവീദ് ആ വേർഡിന് കൊടുത്തെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 38 ടൈംസ്.
അതിൽ അവിടെ നമുക്ക് ആ ഒരു പോർഷൻ എന്ത് ചെയ്യാം? അതിൻ്റെ മുമ്പ് 158 158. ഞാൻ ദ്രോഹികളെ കണ്ട് വ്യസനിച്ചു, അവർ നിന്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ. ആരാ പാലിക്കാത്തത്? മനഃപൂർവ്വം പാപം ചെയ്യുന്നവർക്ക് അവർക്ക് പാലിക്കാൻ മനസ്സില്ല, അല്ലേ? മനഃപൂർവ്വം പാപം ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ഈ വചനം പാലിക്കാൻ അവർക്ക് മനസ്സില്ല. അവർക്ക് ഈ വചനം എന്താ? ഇറ്റ്സ് നത്തിങ് ഫോർ ദം. 160 വായിച്ചാലോ? നിന്റെ വചനത്തിന്റെ സാരം സത്യം തന്നെ, നിന്റെ നീതിയുള്ള വിധികളൊക്കെയും എന്നേക്കുമുള്ളവ. 159 160 159 and 160. നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയം എന്ന് കണ്ടു. യഹോവേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ വചനത്തിന്റെ സാരം സത്യം തന്നെ, നിന്റെ നീതിയുള്ള വിധികളൊക്കെയും എന്നേക്കുമുള്ളവ. Thank you. Consider how I love thy precepts. Quicken me, O Lord, according to thy loving kindness. അപ്പം ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവം പാലിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ആ ദാവീദ് പറയുമ്പോൾ എന്താ? ആ ഒരു സ്നേഹം, ആ സ്നേഹം അവിടെ വരുന്ന ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ബന്ധം അവിടെ കൂടി കൂടി വരും, അല്ലേ? ദൈവത്തിൻ്റെ ദൈവിക സ്നേഹം ബന്ധം അവിടെ കൂടി കൂടി വരും. പിന്നെ thy word is true from the beginning. അങ്ങയുടെ വചനം സത്യമുള്ള, ആദ്യം പോലെ സത്യമുള്ളതാ, അല്ലേ? അതിൽ യാതൊരു ഫോഷ്കോ ഒന്നുമില്ലാത്ത ദൈവത്തിൻ്റെ വചനം. Now, ദൈവത്തിൻ്റെ വചനം പാലിക്കാതെ ഇരുന്നാൽ എങ്ങനെ ഇരിക്കും? ദൈവത്തിൻ്റെ മക്കള് ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നില്ല. ഐ റെഫ്യൂസ് ടു ഒബേ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? Sorry. Exodus chapter 20 verse 6. മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. അവിടെ ആ കൽപ്പന പാലിക്കുന്നത് ദൈവത്തിൻ്റെ ആ സ്നേഹം അവിടെ കാണിക്കുന്നു, അല്ലേ? ദൈവത്തിൻ്റെ മേഴ്സി, ദയ അവിടെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ ദയ അവിടെ ആ വേർഡ്സിൽ കാണിക്കുന്നു. യഥാർത്ഥത്തിൽ ഞാൻ അതും പ്രിപ്പയർ ചെയ്ത ഞാൻ നോക്കാൻ 16-ാം അധ്യായത്തിൽ ഒന്ന് നോക്കാം. 16-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവൻ അവരോട്, അത് യഹോവ കൽപ്പിച്ചത് തന്നെ. നാളെ സ്വസ്ഥത ആകുന്നു. യഹോവയ്ക്ക് വിശുദ്ധമായുള്ള ശബത്ത്. ചുടുവാനുള്ളത് ചുടുവിൻ, പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവിൻ. ശേഷിക്കുന്നതൊക്കെ നാളത്തേക്ക് സൂക്ഷിച്ചു വയ്പ്പിൻ. നെക്സ്റ്റ് 27 മുതൽ. എന്നാൽ 7-ാം ദിവസം ജനത്തിൽ 29. എന്നാൽ 7-ാം ദിവസം ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയാറെ കണ്ടില്ല. അപ്പോൾ യഹോവ മോശയോട്, എൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കും? നോക്കുവിൻ, യഹോവ നിങ്ങൾക്ക് ശബത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് 6-ാം ദിവസം അവൻ നിങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു. നിങ്ങൾ താന്താങ്ങളുടെ സ്ഥലത്ത് ഇരിപ്പിൻ. 7-ാം ദിവസം ആരും തൻ്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെടരുത് എന്ന് കൽപ്പിച്ചു. ഓക്കെ, താങ്ക് യു ബ്രദർ. അവിടെ നമ്മൾ ദൈവം ഒരു കൽപ്പന കൊടുക്കുന്ന ജനത്തിന്. ആ കൽപ്പന എന്ന് പറയുമ്പോൾ, നിങ്ങൾ 7-ാമത്തെ ദിവസം നിങ്ങൾ റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ മന്ന പറക്കാൻ നിൽക്കില്ല. അത് ദൈവം കൽപ്പിച്ച് കൊടുക്കുക അവരുടെ അടുത്ത്. പക്ഷെ ആ മനുഷ്യൻ്റെ ആ നാച്ചുറൽ സ്വഭാവം കാരണം എന്താ ചെയ്യുന്നത്?
ഒരു നാച്ചുറൽ സ്വഭാവം. 7ാമത്തെ ദിവസം തന്നെ അവർ വെളിയിൽ ഇറങ്ങുക പറക്കാൻ. അപ്പൊ ദൈവത്തിന് ആ അനുസരിക്കത്തില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് റൈറ്റ് ഫ്രോം ദ വെരി ബിഗിനിങ്, അല്ലേ? ആദ്യം പോലെ എവിടെ ഏതും തോട്ടത്ത് പോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ദൈവം കൽപ്പിച്ച ആ ഒരു ഫ്രൂട്ട് കഴിക്കില്ല, ആ വൃക്ഷത്തിൽ നിന്നുള്ള ഫ്രൂട്ട് കഴിക്കില്ല. പക്ഷെ അതേ കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ 7ാമത്തെ ദിവസം നിങ്ങൾ പറക്കാൻ പോവല്ലെന്ന് ദൈവം കൽപ്പിച്ച കാര്യമാണ്. എന്നിട്ടും അവര് വെളിയിൽ ഇറങ്ങി. അപ്പൊ മനുഷ്യന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കിക്കുക. നമ്മൾ മോശമൊന്നുമല്ല. നമ്മളുടെ അടുത്ത് പല കാര്യങ്ങളും കൽപ്പിക്കുമ്പോൾ, ദൈവം കൽപ്പിക്കുമ്പോൾ നമ്മളും ഈ ഒരു അനുസരണക്കേട് നമ്മൾ കാണിക്കും. അത് 100%. എത്ര വലിയ വിശ്വാസിയാണെങ്കിലും ദൈവം പറഞ്ഞ കുറെ കൽപ്പന അത് പാലിക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്യത്തില്ല ചില സമയം. ഏറ്റവും വലിയ എക്സാമ്പിള്, നമ്മൾ ഫെലോഷിപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ദൈവം കൽപ്പിച്ച ഒരു കാര്യം നമ്മളത് ഫോളോ ചെയ്യാതിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അവരെ കുറ്റം പറയല്ല. ആരെ? ഇസ്രായേൽ മക്കളെ കുറ്റം പറയല്ല. എന്താ? അവർ 7ാമത്തെ ദിവസം വെളിയിറങ്ങി പറക്കാൻ പോയി. അതിന് നമുക്ക് നോ റൈറ്റ്സ്. ബിക്കോസ് നമ്മളും അങ്ങനെ ഫെലോഷിപ്പ് അല്ലെങ്കിൽ സ്നേഹബന്ധം, കർത്താവിലുള്ള ബന്ധവും തമ്മിലുള്ള ബന്ധവും പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം, ഈവൻ നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മെറ്റീരിയലിസം നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ കൂടുതൽ മെറ്റീരിയലിസ്റ്റിക്. അതാ ഈ ഇസ്രായേൽ മക്കളും ചെയ്തത്. അവർ കൂടുതൽ എന്താ ആ ഒരു ഹൃദയം അങ്ങോട്ട് ചായവുണ്ട്, എന്താ മെറ്റീരിയൽസത്തിൽ. ദൈവം പറഞ്ഞ ബാക്കിയുള്ളവർക്ക് ഈ ഒരു കൽപ്പന പ്രമാണിക്കാമെങ്കിൽ, ചില വ്യക്തികൾക്ക് പ്രമാണിക്കാമെങ്കിൽ, എന്തുകൊണ്ട് ആ ജനത്തിന് പാലിച്ചൂടാ? ആ ഒരു ട്രെൻഡ് ത്രൂ ഔട്ട് ദി എൻറ്റയർ ഓൾഡ് ടെസ്റ്റ്മെന്റ് പോകുന്ന, പഴയ നിയമത്തിൽ പോകുന്ന, അവസാനം എന്താ പറ്റുന്നത്? പ്രവാസ ജീവിതത്തിൽ. പിന്നെ ക്രിസ്തു വരുമ്പോൾ ക്രിസ്തുവിനെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, മസിയെ ആക്സെപ്റ്റ് ചെയ്തില്ല. അപ്പൊ ഈ ഒരു ട്രെൻഡാ ഓൾ ത്രൂ ഔട്ട് ദ വേർഡ് ഓഫ് ഗോഡ് പോകുന്നത്. നമുക്ക് ഐസയ ചാപ്റ്റർ 30 വേർഡ്സ് 1 and 2, 3 വരെ വായിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാവ് ബാബേലിനെ കുറിച്ച് ദർശിച്ച പ്രവാചകം: ഒട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവിൻ, അവർ പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കകത്ത് കടക്കേണ്ടതിന് ശബ്ദമുയർത്തി അവരെ കൈകൊട്ടി വിളിപ്പിൻ. ഞാൻ എൻ്റെ വിശുദ്ധീകരിക്കപ്പെട്ടവരോട് കൽപ്പിച്ചു, ഗർവത്തോടെ ഉല്ലസിക്കുന്ന എൻ്റെ വീരന്മാരെ ഞാൻ എൻ്റെ കോപത്തെ നിവർത്തിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നു. Thank you. Woe to the rebellious children that the Lord that take counsel, but not of me, and that cover with coverings, but not of my spirit, that they may add sin to sin, that walk to go down into Egypt, and have not asked at my mouth, to strengthen themselves in the strength of Pharaoh, and to trust in the shadow of Egypt. Therefore shall the strength of Pharaoh be there your shame, and trust in the shadow of Egypt your confusion. അപ്പോൾ ഐസയ 30 ആ ഒരു പ്രോഫസി പറയുന്ന ഒരു കാര്യമാണ്. എന്താ? അതായത് ഇസ്രായേൽ മക്കള് തിരിച്ചു പോയി ഫറോയുടെ അടുത്ത് പോയി ആശ്രയം തേടും. ഇസ്രായേൽ മക്കള്, യൂദയല്ല, ഇസ്രായേൽ. നമുക്കറിയാലോ നോർത്തേൺ ആൻഡ് സദേൺ കിങ്ഡംസ് ഉണ്ടായി. അതിൽ ഇസ്രായേൽ കിങ്ഡത്തിൻ്റെ പറ്റിയാണ് പറയുന്നത്. ആ കിങ്ഡം ഫറോയിൽ തിരിച്ചു പോയി ആശ്രയം വെക്കും. അപ്പോൾ എന്താ പറ്റുന്നത്? ഫറോയുടെ ശക്തിയാവും. ദൈവത്തിൻ്റെ ശക്തി മാറ്റി ഫറോയുടെ ശക്തി, അവരുടെ ശക്തിയിൽ അവർ ആശ്രയിക്കും. പിന്നെ ഫറോയുടെ ദൈവം അവരുടെ ദൈവം ആവും, അല്ലേ? ഇതൊക്കെയാ
ആയി തീരുന്നത്. ഇതിൻ്റെ പ്രാക്ടിക്കൽ വശം നമ്മൾ നോക്കുകയാണെങ്കിൽ 2 രാജാക്കന്മാർ 17-ാമത്തെ അധ്യായത്തിൽ വന്നു കഴിഞ്ഞാൽ അസൂർ രാജാവിൻ്റെ 1 മുതൽ നമുക്ക് 7-ാം വാക്യം വരെ ഒന്ന് വായിച്ചു, അല്ലെങ്കിൽ 8 വരെ വായിച്ചു. 1 മുതൽ 8 വരെ. യഹൂദ രാജാവായ ആഹാസിന്റെ 12-ാം ആണ്ടിൽ ഏലായുടെ മകനായ ഹോശേയ ഇസ്രായേലിന് രാജാവായി ശമര്യയിൽ 9 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തനിക്ക് മുമ്പുള്ള ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ അല്ലതാനും. അവന്റെ നേരെ അശൂർ രാജാവായ സൽമനേശ്വർ പുറപ്പെട്ടു വന്നു. ഹോശേയ അവന് ആശ്രിതനായി തീർന്നത് കപ്പം കൊടുത്തു വന്നു. എന്നാൽ ഹോശേയ മിസ്രൈം രാജാവായ സോവിന്റെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അശൂർ രാജാവിന് ആണ്ടുതോറുമുള്ള കപ്പം കൊടുത്തയക്കാതിരിക്കുകയും ചെയ്തത് നിമിത്തം അശൂർ രാജാവ് അവനിൽ ദ്രോഹം കണ്ടിട്ട് അവനെ പിടിച്ച് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി. അശൂർ രാജാവ് രാജ്യത്ത് എല്ലായിടവും കൂടി കടന്നു ശമര്യയിലേക്ക് വന്ന് അതിനെ 3 സംവത്സരം നിരോധിച്ചു. ഹോശേയയുടെ 9-ാം ആണ്ടിൽ അശൂർ രാജാവ് ശമര്യയെ പിടിച്ച് ഇസ്രായേലിനെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി. ഹലഹിലും ഗസാൻ നദീ തീരത്തിലെ ഹാബോരിലും മധ്യ പട്ടണങ്ങളിലും പാർപ്പിച്ചു. മേദ്യരുടെ പട്ടണങ്ങളിലും പാർപ്പിച്ചു. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ മിസ്രൈം രാജാവായ ഫറവോന്റെ കൈക്കീഴിൽ നിന്നും വിടുവിച്ച് മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത് അന്യദൈവങ്ങളെ ഭജിക്കുകയും യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളുടെ ചട്ടങ്ങളെയും അവയെ നടപ്പാക്കിയ ഇസ്രായേൽ രാജാക്കന്മാരുടെ ചട്ടങ്ങളെയും അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി കൊള്ളരുതാത്ത കാര്യങ്ങളെ രഹസ്യമാക്കി ചെയ്തു. കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെ തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും പൂജാഗിരികൾ പണിതു. മനസ്സിലായോ? ഇതാ പ്രോബ്ലം. അസൂർ രാജാവ്, ഹോസിയ രാജാവിൻ്റെ സമയത്തിൽ നടന്ന ഒരു കാര്യമാണ്. അവരെന്ത് ചെയ്തു? അസൂർ അല്ലെങ്കിൽ അസിറിയയിൽ അവർക്ക് ഒരു ഇതുണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു. അത് വിട്ടുമാറി മിസ്രൈമത്തിലോട്ട് പോയി. ദേ വെന്റ് ടു ഈജിപ്റ്റ്. ആ ഈജിപ്തിൽ പോയിട്ട് അവിടുത്തെ രാജാവായിട്ട് ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ ബന്ധം നിമിത്തം ജനം മൊത്തം പാപം ചെയ്യുക. അവർക്ക് സീക്രട്ട് സിൻസും ഉണ്ട്. അത് അവിടെ വെക്കുന്ന ഒളിച്ചുള്ള പാപങ്ങളും എല്ലാം അവർ ചെയ്ത് കാട്ടിക്കൂട്ടുക. ഇതാ ഒരു പ്രോബ്ലം. ഈ ഇസ്രായേൽ മക്കളും ആ ഇസ്രായേൽ രാജ്യം ആ സമയത്തുള്ള ഒറ്റ ഒരു രാജാവും പോലെ സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള രാജാവ് ഇല്ലായിരുന്നു. അപ്പം എന്തു പറ്റി? ആ ജനം മൊത്തം തെറ്റി മാറിപ്പോവുക. ആ ജനം മൊത്തം തെറ്റി മാറിപ്പോവുക. അവർക്ക് അവരുടെ ഇഷ്ടത്തിലുള്ള ദൈവം മതി, അതായത് മിസ്രൈമിലുള്ള ദൈവം മതി. അപ്പം അവിടെ വച്ച് തന്നെ ഹോശയെ ബന്ധിക്കുന്നുണ്ട്. അവിടെ അസുർ രാജാവ് അവിടെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട് ഇസ്രായേലിനെ. അപ്പോൾ ഇതാ ഐസയിൽ പറയുന്ന ഒരു കാര്യം. ആ പഴയ കാര്യങ്ങൾ, മെറ്റീരിയൽ കാര്യങ്ങൾ ഇസ്രായേൽ മക്കളിൽ അതിൻ്റെ പുറകെ പോയി. സെയിം തിങ്, നമ്മൾ ദൈവത്തിൻ്റെ വചനം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം വിട്ട് മാറും. ദൈവമായിട്ടുള്ള ബന്ധം വിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ ലോകത്തിൻ്റെ ആ മെറ്റീരിയൽ ലൈഫ് തന്നെ ആയി തീരും. ഈ ലോകത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് മാത്രമേ നമ്മൾ പിന്നെ ജീവിക്കത്തുള്ളൂ. നമുക്ക് പല കാര്യങ്ങളും ഈ ലോകത്തിലുള്ള പല ഫിലോസഫീസാണ് നമ്മൾ ഒബേ ചെയ്യുന്നത്, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഈ ലോകം എങ്ങനെ നടക്കുന്നു അതിൻ്റെ അതുപോലെയല്ലേ നമ്മൾ നടക്കണ്ടേ? ഇത് പല വിശ്വാസികളും ഫോളോ ചെയ്യുന്ന. അപ്പോൾ അതിന് ലെറ്റ് us ബി വെരി കെയർഫുൾ. നമ്മൾ ഇനിയും വേർഡിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ വചനം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോയ ആ ഒരു പാട്ട്, ഒബീഡിയൻസ്, കീപ് ദൈ കമാൻഡ്മെൻറ്റ്, അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഇനിയും വാസ്റ്റായിട്ടുണ്ട്.
എനിക്ക് ടൈമില്ല. അതുകൊണ്ട് ഇനിയും അത്രയും വാസ്റ്റായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ദൈവം കൊടുക്കുന്നുണ്ട്. മനുഷ്യൻ പാലിക്കാനായിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻസും കൊടുക്കുന്നുണ്ട്. നമുക്ക് 1 യോഹന്നാനിലോട്ട് തിരിച്ചു വരാം. 1 യോഹന്നാൻ 2-ാം അധ്യായം. അഞ്ചാമത്തെ വാക്യം. അതിൽ ഇൻ ഹിം വെർലി ഇസ് ദ ലവ് ഓഫ് ഗോഡ് പെർഫെക്റ്റഡ് ഹിയർബൈ നോ ദാറ്റ് വി ആർ ഇൻ ഹിം. അപ്പം ആ ഒരു സ്നേഹബന്ധം ദൈവത്തിൽ നമ്മൾ ഓർപ്പിച്ചാലേ മാത്രമേ ഉള്ളൂ ആ സ്നേഹം കംപ്ലീറ്റ് ആവത്തുള്ളൂ, പെർഫെക്റ്റ് ആവത്തുള്ളൂ, പരിപൂർണമാവത്തുള്ളൂ. എന്തിനാ ഈ പെർഫെക്റ്റ് ലവ് എന്തിനാ വേണ്ടിയത്? എന്തിനാ വേണ്ടിയത്? ആ യോഹന്നാൻ ലേഖനത്തിൽ തന്നെ ആ റിപ്ലൈ ഉണ്ട്. 4-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. മനസ്സിലായോ? നോ നീഡ് ഫോർ എക്സ്പ്ലനേഷൻ അല്ലേ? ന്യായ വിധിക്കുന്ന ദിവസത്തിൽ അവിടെയാ. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. അതായത് ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും മാറത്തില്ല, ഒരിക്കലും മാറത്തില്ല. നമ്മളെ സാൽവേഷനും ഒരിക്കലും മാറത്തില്ല. പക്ഷേ അവിശ്വാസികൾക്ക് ഇല്ലാത്തൊരു കാര്യമുണ്ട് നമുക്ക് ന്യായ വിധിക്കുന്ന ദിവസം. അവിശ്വാസികൾക്ക് ന്യായവിധി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഗോയിങ് ടു ഹെല്ല. അതിൽ പിന്നെ വേറെ ഒന്നും ലെഫ്റ്റോ റൈറ്റോ അതിൽ ക്രോസ് എക്സാമിനേഷനോ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഈ ക്രോസ് എക്സാമിനേഷനൊന്നും അല്ല അവിടെ നടക്കാൻ പോകുന്നത്. നമുക്കെന്ന് പറഞ്ഞാൽ ആ സ്നേഹം പരിപൂർണമായിട്ടില്ലെങ്കിൽ അവിടെ ഒരു ന്യായവിധി ദിവസം നമ്മൾ ഒരു വില കൊടുക്കേണ്ടി വരും. ആ ഒരു ജഡ്ജ്മെന്റ് ഡേയിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം കീപ്പിംഗ് ദ കമാൻഡ്മെന്റ് അത് നമ്മൾ ഓർത്തിരിക്കണം. എന്തിനാ? ദൈവത്തിനെ സ്നേഹിക്കാൻ. എന്തിനാ ദൈവത്തിനെ സ്നേഹിക്കുന്നത്? മറ്റേ സൈഡ് പാപം ചെയ്യാതിരിക്കാൻ. പാപം ചെയ്യാതിരിക്കാൻ. കൂടുതൽ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ തിരിച്ചറിയുമ്പോൾ അത് കൂടുതൽ പെർഫെക്ഷനിലോട്ട് വരും. ആ പെർഫെക്ഷൻ എന്തുവാ? സ്നേഹം പൂർണ്ണമാവും. ആ സ്നേഹം പൂർണ്ണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ന്യായവിധി ദിവസം നമുക്ക് വിൽ ഹാവ് എ വേ ഔട്ട്. ദൈവത്തിൻ്റെ വചനമാണ്. അത് നമ്മൾ അനുസരിക്കേണ്ട എല്ലാ വി ഹാവ് ഓൾ റെസ്പോൺസിബിലിറ്റി. ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ. ആ ഒരു സ്നേഹം കംപ്ലീറ്റ് ആവുവാൻ ആ ന്യായവിധി ദിവസം നമ്മൾ അത് ഫേസ് ചെയ്യുന്ന ആ ദിവസം ഇറ്റ് വിൽ ബി ടെറബിൾ അല്ലേ? ഇറ്റ് വിൽ ബി ടെറബിൾ. പക്ഷെ ദൈവത്തിൻ്റെ ആ കൃപയും ആ സ്നേഹവും ആ കരുണയും കാണിക്കാൻ, മേഴ്സി കാണിക്കാനാണല്ലോ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളെ അടുപ്പിച്ച് നമ്മളെ നിർത്തുന്നത്. ഈ വചനം നമ്മൾ കേൾക്കാതെ നമ്മൾ ധ്യാനിക്കാതും പോവല്ല. ബിക്കോസ് ഇത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നെഗറ്റീവ് സൈഡിൽ മീൻസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്കൊരു വാണിംഗാണ് യോഹന്നാൻ കൊടുക്കുന്നത്. ഏതാ? നാണക്കേട് അല്ലേ? ആ നാണക്കേട് അവിടെ ഉണ്ട്. അപ്പോൾ ആ നാണക്കേടിലോട്ട് പോവാതിരിക്കാൻ, ആ ഷെയിമിലോട്ട് പോവാതിരിക്കാൻ ലെറ്റ് us ബി കെയർഫുൾ. നമ്മളാരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ നമുക്ക് ഈ വചനം അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാവുന്നില്ല, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആസ്ക് ഹിം. യാക്കോബ് 1:5 അല്ലേ?
യാക്കോബ് 1:5 എന്താ പറയുന്നത്? നമുക്ക് എന്തെങ്കിലും നോളജ് കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജ്ഞാനം കുറവുണ്ടെങ്കിൽ, എന്തെങ്കിലും വചനത്തിൽ കുറവുണ്ടെങ്കിൽ ദൈവത്തിൽ ചോദിക്കുക, വാങ്ങിക്കുക. ഹീ വിൽ ഹെൽപ്പ് യു. അല്ലേ? ഹീ ഈസ് അവർ ഹെൽപ്പർ. ആസ്ക് ഹിം. അത്രയുമേ ദൈവം പറയുന്നുള്ളൂ നമ്മളുടെ അടുത്ത്. യു കം ടു മീ ആൻഡ് യു ആസ്ക്. അതാ യാക്കോബിൽ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷോർട്ടേജ് അവിടെ വരുന്നുണ്ടെങ്കിൽ, വചനത്തിലോ ജ്ഞാനത്തിലോ എന്തെങ്കിലും ഒരു ഷോർട്ട് കമ്മിങ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, മനസ്സിലാക്കുക. ഞാൻ അത് മനസ്സിലാക്കി തരും. അപ്പം അത്ര ഈസിയാ. നമ്മളെന്താ നമുക്കിത് പ്രാപിക്കാൻ പറ്റാത്തത്? ബിക്കോസ് നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ ചോദിക്കാത്തതുകൊണ്ടാണ്. ഹൃദയഭാരം കൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല. അയ്യോ ദൈവമേ, എനിക്ക് ഈ പാപമുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്വഭാവമുണ്ട്, അത് മാറ്റി വി ആർ ലീസ്റ്റ് ബോധേഡ് അബൌട്ട് ദാറ്റ്. വി ആർ വെരി ലീസ്റ്റ് ബോധേഡ് അബൌട്ട് അവർ സിൻ. അതുകൊണ്ടാണ് നമ്മളിത് ചോദിക്കാത്തത്. ഇത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഇല്ല. ദൈവം ഹെൽപ്പ് ചെയ്യും, കർത്താവ് ഹെൽപ്പ് ചെയ്യും, നമ്മൾ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവം ഹെൽപ്പ് ചെയ്യും. ഇതിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല. അതിനു വേണ്ടിയ ദൈവം സ്വർഗത്തിലോട്ട് പോയിട്ട് പരിശുദ്ധാത്മാവിൽ നമ്മളെ ഹൃദയത്തിൽ അയച്ചു തന്നിരിക്കുന്നത്. എന്തിനാ? നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, നമ്മളെ സഹായിക്കാൻ, ഈ ലോകത്തിൽ നിന്ന് ഓവർകം ചെയ്ത് വരാൻ നമ്മളെ സഹായിക്കാൻ വേണ്ടി. നമുക്ക് എല്ലാവർക്കും ആ ഓവർകമേഴ്സ് ആവാം. ദൈവം നമുക്ക് ഈ 7 പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കിയല്ലോ. ആ പ്രിൻസിപ്പിൾസിലോ ഫസ്റ്റ് 1 ഫുൾ കവർ ചെയ്യുന്നൊന്നും ഞാൻ ചെയ്തില്ല. ഒരു ബേസിക്സ് മാത്രം കവർ ചെയ്ത് പോവുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ദൈവം അനുഭവിച്ചാൽ, കർത്താവ് വന്നില്ലെങ്കിൽ, നമുക്ക് ആ സ്നേഹത്തിൻ്റെ കുറച്ചുകൂടെ നമുക്കുണ്ട്. പിന്നെ ആ കർത്താവിൽ നടക്കണം. അത് ഒരു വലിയൊരു പ്രിൻസിപ്പിളാണ്. നമ്മൾ പാപം ചെയ്യാൻ പാടില്ല. പിന്നെ ദൈവത്തിൻ്റെ ആ പ്രസൻസ്, നമ്മളുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള പ്രസൻസ്. പിന്നെ ദൈവത്തിൽ നടക്കുക. ദൈവത്തിൻ്റെ എല്ലാ ഡോക്ടറിനും നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ ജീവിക്കുക. ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ. ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വത്തിൽ നമുക്ക് ജീവിക്കാം. നമുക്ക് ഒരിക്കലും മറന്നുപോകില്ല നമ്മളുടെ ഈ ദൈവവചനം. അത് നമുക്ക് ഡേ ആൻഡ് നൈറ്റും മാത്രമല്ല, ഓൾ ത്രൂ ഔട്ട് നമ്മളുടെ ജീവിതത്തിൽ ടൈം ദൈവം ഇഷ്ടംപോലെ നമുക്ക് തന്നിട്ടുണ്ട്. ഇല്ലയെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ആ ടൈം നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് ഈ ദൈവവചനം വായിച്ച് ആ ഒരു പ്രിൻസിപ്പിളിൽ ജീവിക്കാൻ, ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളിൽ, കർത്താവിന് എന്താ നമ്മളുടെ ആഗ്രഹം, അതനുസരിച്ച് ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാം ദൈവത്തിന് നാമം മഹത്വം ഉണ്ടാവട്ടെ.